പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സെറ്റല്ലേ? നമ്മുടെ റിവിഷൻ വീഡിയോസില്, റിവിഷൻ സീരീസില് 17ാമത്തെ വീഡിയോ ആണ് എൻ്റെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിന്റെ ഹെഡിങ് തന്നെ എന്താണ്? നമ്മളെല്ലാവരും ഭയപ്പെട്ട, പേടിച്ചു പോയ ഒരു സംഭവമാണ്. SSLC എക്സാമിന് ഈ വർഷം A+കൾ കുറയും എന്നതാണ് അതിന്റെ ഒരു കോർ കണ്ടന്റ്. എന്റെ മക്കൾ ഒരു കാരണവശാലും പേടിക്കണ്ട. കൂടുതൽ നിലവാരം കൂട്ടുന്നതിനും നിങ്ങളുടെ പഠന മികവ് ഉയർത്തുന്നതിനും വേണ്ടിയിട്ടാണ്. ഇൻ കേസ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും അത് നിങ്ങളുടെ സീറ്റിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. കാരണം അത് കേരളത്തിൽ എല്ലായിടത്തും ഒരേപോലെ സംഭവിക്കുന്നതായതുകൊണ്ട് തന്നെ, എല്ലാവർക്കും ഒരേപോലെ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു തോൽവിയോ ഒരു പുറകോട്ട് പോവോ ഉണ്ടാവില്ല. എല്ലാവരെയും അത് ഒരുപോലെ തന്നെ ബാധിക്കും. പക്ഷെ ഇതിലൊരു സാധ്യത എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ, നിങ്ങൾ ഈ അവസരം നന്നായിട്ട് വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് മുൻപന്തിയിലേക്ക് എത്താം എന്നത് തന്നെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ SCERT പുറത്തുവിട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ നിർണായകമായ 3 ക്വസ്റ്റ്യൻസ് ആണ്. വെറൈറ്റി ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് നേരിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? The incircle of a triangle ABC touches inside at PQR. എന്താണ്? ഒരു ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഒരു ത്രികോണമുണ്ട്. അതിനൊരു ഇൻസർക്കിൾ ഉണ്ട്, അന്തർവൃത്തം. അത് PQR എന്ന് പറയുന്ന 3 പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ ചോദ്യം? Denoting the length of AP by X. AP എന്ന് പറയുന്ന നീളം X എന്ന് എടുക്കാൻ. Then write the expression for the length BQ and CR. ഏതാണ്? BQ-ന്റെയും CR-ന്റെയും ഒക്കെ നീളം എത്രയാണെന്ന് എഴുതാൻ, എക്സ്പ്രഷൻ എത്രയാണെന്ന് എഴുതാൻ. Then calculate the length of AP. AP-യുടെ നീളം എത്രയാണെന്ന് കണ്ടെത്താൻ, അതായത് X-ന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താൻ. റെഡി ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മലയാളം നോക്കിക്കേ. ABC എന്ന ത്രികോണത്തിലെ അന്തർവൃത്തം വശങ്ങളെ PQR എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. അല്ലെ? ഈ അന്തർവൃത്തം PQR എന്നീ ബിന്ദുക്കളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇനിയോ AP-യുടെ നീളം X എന്നെടുത്തുക. AP-യുടെ നീളം X എന്നെടുത്ത് BQCR ഇവയുടെ നീളം എഴുതുക. ഒരു മാർക്കേ ഉള്ളൂ, അതായത് നീളം X-ൽ എഴുതിയാൽ മതി. X-ൽ കണക്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഇത് AP-യുടെ നീളം കണക്കാക്കുക, അതായത് X-ന്റെ വാല്യൂ കണ്ടെത്തുക. സിമ്പിൾ ആണല്ലോ? അപ്പൊ അതിന് നമ്മൾ ആദ്യം അവർ പറഞ്ഞത് തന്നെ ചെയ്യാൻ പോവാണ്. എന്താണ്? AP-യുടെ നീളത്തിന് നമ്മൾ എന്ത് കൊടുക്കാണ്? X കൊടുക്കാണ്. അപ്പൊ AP സമം നമ്മൾ എന്ത് കൊടുത്തു? X കൊടുത്തു. AP-യുടെ വാല്യൂ നമ്മൾ എത്ര കൊടുത്തു? X കൊടുത്തു. ഇനി എന്റെ മക്കളെ നിങ്ങളൊന്ന് നോക്കിക്കേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 തൊടുവരകൾ അത് കോമൺ ആയിട്ട് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയാൽ, 2 തൊടുവരകൾ കോമൺ ആയിട്ട് ഒരു പുറത്ത് പോയിന്റിൽ കൂട്ടിമുട്ടിയാൽ ഈ PA-യുടെ നീളവും RA-യുടെ നീളവും എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും. അല്ലെങ്കിൽ AP-യുടെ നീളവും AR-ന്റെ നീളവും എന്താണ്? സെയിം ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് AP X ആണെങ്കിൽ AR-ഉം എന്തായിരിക്കും? X ആയിരിക്കും. അപ്പൊ AR സമം എത്രയായിരിക്കും? X ആയിരിക്കും. സെറ്റ് ആണല്ലോ? ഇനി മക്കളെ ഒന്ന് നോക്കിക്കേ. നമ്മൾ ഇതിന്റെ എല്ലാത്തിന്റെയും നീളം എഴുതാൻ പോവാ. ശ്രദ്ധിക്കണേ. ഇത് ടോട്ടൽ എത്ര സെന്റിമീറ്റർ? A മുതൽ P വരെ എത്ര സെന്റിമീറ്റർ ആണ്? 6 സെന്റിമീറ്റർ ആണെന്ന് ചോദ്യത്തിലുണ്ട്. A മുതൽ B വരെ 6 സെന്റിമീറ്റർ ആണ്. അതിൽ A മുതൽ P വരെ എത്ര സെന്റിമീറ്റർ ആണ്? X സെന്റിമീറ്റർ ആണെന്ന് നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ PB-യുടെ നീളം എത്രയാണെന്നാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് മുഴുവൻ 6 സെന്റിമീറ്റർ ആണ്. ഈ കാണുന്ന ഭാഗം X ആണ്. അപ്പൊ ബാക്കി ഈ ഭാഗം എത്രയേ ഉണ്ടാവുള്ളൂ? PB സമം, ഒന്ന് പറഞ്ഞേ, PB സമം ടോട്ടൽ 6 ആണ്, അതിൽ നിന്നും X കുറക്കണം. അപ്പൊ 6 - X ആണ്. ഈ കാണുന്ന ഭാഗം 6 - X ആണ്. റെഡി ആണല്ലോ? ഈ കാണുന്ന ഭാഗം എത്രയാണ്? 6 - X. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് PB-യുടെ നീളവും QB-യുടെ നീളവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 6 - X ആണെങ്കിൽ ഈ കാണുന്നതും എത്ര തന്നെയായിരിക്കും? 6 - X തന്നെയായിരിക്കും. സെറ്റ് ആണല്ലോ മക്കളെ? റെഡി ആണല്ലോ? പെർഫെക്റ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് വരികയാണ്. ഇത് ടോട്ടൽ എത്ര സെന്റിമീറ്റർ ആണ്? A മുതൽ C വരെ എത്ര സെന്റിമീറ്റർ ആണ്? 5 സെന്റിമീറ്റർ ആണ്. അതിൽ AR-ന്റെ നീളം X ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ CR-ന്റെ നീളം എത്രയാണ്? ഇത് ടോട്ടൽ 5 ആണ്. ഈ കാണുന്നത് X ആണ്. ബാക്കി CR എത്രയായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. CR സമം 5 - X ആണ്. CR എത്രയാണ്? 5 - X. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ.
സി ആർ 5 മൈനസ് എക്സ് ആണെങ്കിൽ സി ക്യൂവും എന്ത് തന്നെയായിരിക്കും 5 മൈനസ് എക്സ് തന്നെയായിരിക്കും 5 മൈനസ് എക്സ്. അപ്പൊ നമുക്ക് എ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. എന്താ എ ക്വസ്റ്റ്യൻ ആൻസർ? ബി ക്യൂവിന്റെ നീളം ഏതാ? ബി ക്യൂവിന്റെ നീളം എത്രയാണ്? 6 മൈനസ് എക്സ് ആണ്. Then CR ന്റെ നീളം എത്രയാണ്? 5 മൈനസ് എക്സ് ആണ്. സെറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു മാർക്ക് നമുക്ക് കിട്ടി. ഇനി എന്താ നമുക്ക് കാണേണ്ടത്? എ പിയുടെ നീളം കണ്ടെത്തണം. എ പിയുടെ നീളം കണ്ടെത്താൻ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇത് എക്സ് ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ ആണ് കിട്ടുന്നത്. എ പിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് എന്താണ്? എക്സ് ആണ്. എക്സിന്റെ വാല്യൂ കിട്ടണം. അതിനു വേണ്ടി ഞാൻ ബി സി എന്ന് പറയുന്ന ലൈൻ എടുക്കുകയാണ്. ബി സി ബി സി എന്ന് പറയുന്ന വര എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ ആണ്. ശ്രദ്ധിച്ചോ, ബി സി എന്ന് പറയുന്ന വര എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ. അതിൽ ബി ക്യൂവിന്റെ നീളം 6 മൈനസ് എക്സ് ആണ്. ക്യൂ സിയുടെ നീളം 5 മൈനസ് എക്സ് ആണ്. അപ്പൊ ഈ 6 മൈനസ് എക്സും ഈ 5 മൈനസ് എക്സും കൂടി കൂട്ടിയാലേ എത്ര കിട്ടാൻ പാടൂ? 4 സെന്റിമീറ്റർ കിട്ടാൻ പാടൂ. അപ്പൊ അത് നമ്മൾ തുടങ്ങുകയാണ്. എന്താണ്? 6 മൈനസ് എക്സ് പ്ലസ് 5 മൈനസ് എക്സ് ചെയ്താലേ എന്ത് കിട്ടാൻ പാടുള്ളൂ? 4 സെന്റിമീറ്റർ കിട്ടാൻ പാടുള്ളൂ. റെഡി ആണല്ലോ. അടുത്ത സ്റ്റെപ്പ്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ശ്രദ്ധിക്കണേ, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടി? 11. റെഡി. ഇനി അടുത്തത്, ഇവിടെ ഒരു മൈനസ് എക്സ് ആണ്, ഇവിടെയും എന്ത് തന്നെയാണ്? മൈനസ് എക്സ് ആണ്. അപ്പൊ മൈനസ് എക്സ് എന്തായി മാറും? -2x ആയി മാറും. സമം എത്ര കിട്ടി? 4 കിട്ടി. സെറ്റ് ആണല്ലോ. ഇനി +11 അപ്പുറത്തേക്ക് പോയാൽ ബാക്കി ഇവിടെ -2x സമം 4 ഓൾറെഡി അപ്പുറത്തുണ്ട്. ഇവിടെയുള്ള ഈ +11 അപ്പുറത്തേക്ക് പോയാൽ എന്തായി മാറും? -11 ആയി മാറും. അപ്പൊ -2x സമം 4 മൈനസ് 11 എത്ര വരും? -7 വരും. റെഡി ആണല്ലോ. അപ്പൊ ഇവിടെയും ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ 2 മൈനസും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കി എത്ര കിട്ടി? 2x സമം 7 കിട്ടി. അങ്ങനെയെങ്കിൽ x സമം 7/2. 7/2 എത്രയാണ്? 3.5 സെന്റിമീറ്റർ. അപ്പൊ എ പിയുടെ നീളം നമുക്ക് എത്ര കിട്ടി? 3.5 സെന്റിമീറ്റർ. മക്കളെ, ഇത് ടോട്ടൽ 6 സെന്റിമീറ്റർ ആണ്. അതിൽ എ പിയുടെ നീളം നമ്മൾ എക്സ് എടുത്തിരുന്നു. എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 3.5 സെന്റിമീറ്റർ. അപ്പൊ എ പിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 3.5 സെന്റിമീറ്റർ. 3.5 സെന്റിമീറ്റർ. റെഡി ആണല്ലോ. ഇനി ഇതിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. കാരണം എന്താ? ഇതിന്റെ എല്ലാ നീളവും കാണാൻ വേണ്ടി ചോദിക്കും. അതിന് നമുക്ക് എന്ത് മാത്രം കിട്ടിയാൽ മതി? എക്സ് മാത്രം കിട്ടിയാൽ മതി. കാരണം എക്സിന്റെ വാല്യൂ കിട്ടിയാൽ 6 മൈനസ് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും, 5 മൈനസ് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗങ്ങളുടെയും നീളം കാണാൻ വേണ്ടി കഴിയും. റെഡി ആണല്ലോ. സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത വളരെ എളുപ്പമുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് ഇതിൽ കാണുന്നുള്ളൂ, പക്ഷെ കുറച്ച് ചിന്തിക്കാൻ ആവശ്യമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമേ, ഇതൊരു പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ, ഇതിന്റെ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായ ഒരാൾക്ക് മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. ഒന്ന് നോക്കി എന്താ? The incircle of the triangle XYZ. എടാ, XYZ എന്ന് പറഞ്ഞിട്ട് ഒരു ത്രികോണമുണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിന്റെ ഇൻസർക്കിൾ ടച്ചസ് ദ ലൈൻ XY at T. അല്ലെ, XY എന്ന് പറയുന്ന വരയിൽ T എന്ന് പറയുന്ന പോയിന്റിൽ അതൊന്ന് തൊടുന്നുണ്ട്. Then prove that. അങ്ങനെയെങ്കിൽ പ്രൂവ് ചെയ്യണം. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? XY plus XZ മൈനസ് ZY എന്ത് കിട്ടണം? 2xt എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നോക്കിയേ, XYZ എന്ന ത്രികോണത്തിലെ അന്തർവൃത്തം XY എന്ന വശത്തെ T എന്ന ബിന്ദുവിൽ തൊടുന്നു. അല്ലെ, XY എന്ന വശത്തെ എവിടെ തൊടുന്നു? T എന്ന ബിന്ദുവിൽ തൊടുന്നു. അങ്ങനെയെങ്കിൽ XY പ്ലസ് XZ മൈനസ് YZ സമം 2xt എന്ന് വേണം നമുക്ക് തെളിയിക്കാൻ. റെഡി ആണല്ലോ. അപ്പൊ അതിനു വേണ്ടി മക്കളെ ആദ്യം നമ്മൾ പേര് കൊടുക്കാം. ഈ സാധനത്തിന് ഞാൻ P എന്നും ഈ സാധനത്തിന് Q എന്നും പേര് കൊടുക്കാം. ഓക്കെ, ഈ സാധനത്തിന് P എന്നും മറ്റേ സാധനത്തിന് എന്നും പേര് കൊടുത്തു, Q എന്നും പേര് കൊടുക്കാം. ഇനി എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഇവിടെ കിടക്കുകയാണ്. എന്താ? XY. നന്നായിട്ട് ശ്രദ്ധിച്ചോ. XY പ്ലസ് XZ മൈനസ് YZ സമം 2xt. ഇതാണ് മക്കളെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത് കിട്ടണം. ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 2x കിട്ടണം, xt കിട്ടണം. അപ്പൊ അതിനാദ്യം നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള എഴുതാൻ പോവാ. എന്താ? XY പ്ലസ് XZ മൈനസ് YZ സമം. ഓക്കെ, ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാം. ആദ്യം
എന്താണ് എക്സ് വൈ. എടാ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വരെയാണ് എക്സ് വൈ. ഈ എക്സ് വൈ കിട്ടണമെങ്കിൽ എക്സ് ടിയും വൈ ടിയും തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ ഞാൻ ഈ എക്സ് വൈക്ക് പകരം ഈ എക്സ് വൈക്ക് പകരം എന്ത് എഴുതാൻ പോവാണ്? എക്സ് ടി പ്ലസ് വൈ ടി എന്ന് എഴുതാൻ പോവാണ്. മക്കളെ ശ്രദ്ധിക്കണേ, എക്സ് ടി പ്ലസ് വൈ ടി എന്ന് എഴുതാൻ പോവാ. ഏതിന് പകരം? ഈ എക്സ് വൈക്ക് പകരം, ഈ എക്സ് വൈക്ക് പകരം. റെഡി ആണല്ലോ? അടുത്തതോ എക്സ് സെഡ് ആണ്. അടുത്ത ചിഹ്നം പ്ലസ് ആണ്. പിന്നെ ഉള്ളത് എന്താ? എക്സ് സെഡ് ആണ്. എക്സ് സെഡ് എന്ന് നോക്കിക്കേ, എക്സ് പി ആൻഡ് സെഡ് പി. എക്സ് പിയും സെഡ് പിയും കൂട്ടിയാലാണ് എന്ത്? എക്സ് സെഡ്. അപ്പോ എക്സ് സെഡിന് പകരം ഞാൻ എക്സ് പി പ്ലസ് സെഡ് പി എന്ന് എഴുതാൻ പോവാണ്. റെഡി ആണല്ലോ? എക്സ് പി പ്ലസ് സെഡ് പി. അടുത്തത് മൈനസ് വൈ സെഡ് ആണ്. വൈ സെഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിക്കേ, വൈ ക്യൂ പ്ലസ് സെഡ് ക്യൂ ആണ്. വൈ ക്യൂ പ്ലസ് സെഡ് ക്യൂ ആണ് എന്ത്? വൈ സെഡ്. അപ്പൊ വൈ സെഡിന് പകരം മൈനസ് ഉള്ളത് കൊണ്ട് തന്നെ ബ്രാക്കറ്റ് കൊടുക്കണം. നമ്മൾ വൈ ക്യൂ പ്ലസ് സെഡ് ക്യൂ എന്ന് എഴുതാൻ പോവാ. റെഡി ആണല്ലോ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? എക്സ് വൈക്ക് പകരം എക്സ് ടി പ്ലസ് വൈ ടി എന്നും എക്സ് സെഡിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? എക്സ് പി പ്ലസ് സെഡ് പി എന്നും മൈനസ് സെഡ് വൈക്ക് പകരം മൈനസ് വൈ ക്യൂ പ്ലസ് സെഡ് ക്യൂ എന്നും കൊടുത്തു. റെഡി ആണല്ലോ? ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചോ മക്കളെ, നന്നായിട്ട് ശ്രദ്ധിച്ചോ. എന്താണ് എക്സ് ടി? എക്സ് ടി എത്രയാണോ അത് തന്നെയായിരിക്കും എക്സ് പിയും. ശരിയല്ലേ? ഒന്ന് നോക്കിക്കേ, എക്സ് ടി എത്ര തന്നെയാണോ അത് തന്നെയാണ് എക്സ് പിയും. അപ്പൊ ഞാൻ അത് രണ്ടും അടുത്തെഴുതാൻ പോവാ. എന്താ? എക്സ് ടി പ്ലസ് എക്സ് പി. കണ്ടോ? ഏതൊക്കെ? ഇതും എന്ത് ചെയ്തു? അടുത്തടുത്ത് എഴുതി. റെഡി ആണല്ലോ? പ്ലസ് അടുത്തത് വൈ ടി. ഏതാ? വൈ ടി നമ്മൾ എഴുതി. പിന്നെ അടുത്തത് ഏതാണ്? സെഡ് പി ആണ്. അത് എഴുതാൻ പോവാണ്. പ്ലസ് വൈ ടി പ്ലസ് സെഡ് പി മൈനസ്. എടാ ഈ പുറത്തുള്ള മൈനസ് ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. പുറത്തുള്ള മൈനസ് ഈ രണ്ടെണ്ണത്തിനും ബാധകമാണ്. അതുകൊണ്ട് മൈനസ് ഇൻറ്റു വൈ ക്യൂ എന്തായിരിക്കും? മൈനസ് വൈ ക്യൂ. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്, മൈനസ് സെഡ് ക്യൂ ആയിട്ട് മാറും. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചോ, എക്സ് ടി എത്രയാണോ അത് തന്നെയാണ് എക്സ് പിയും. അപ്പൊ ഈ എക്സ് പിയും തുല്യമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ് ടി പ്ലസ് എക്സ് ടി തന്നെ എഴുതുന്നത്. കാരണം അത് രണ്ടും എന്താണ്? സെയിം ആണ്. പ്ലസ്. ഇനി ശ്രദ്ധിച്ചോ, ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. എടാ വൈ ടി. ഏതാ? വൈ ടി. ഈ വൈ ടിയും വൈ ക്യൂം എന്താണ്? ഈക്വൽ. ഒന്ന് നോക്കിയേ, വൈ ടിയും വൈ ക്യൂം എന്താണ്? ഈക്വൽ ആണ്. വൈ ടിയും വൈ ക്യൂം ഈക്വൽ ആണ്. ഒന്നിന്റെ ചിഹ്നം പ്ലസ് ആണ്, അടുത്തതിന്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പൊ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പൊ വൈ ടിയും വൈ ക്യൂവും നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ഇനി അടുത്തത് നോക്കിയേ, സെഡ് പി. ഏതാ? സെഡ് പിയും ക്യൂ സെഡും ഈക്വൽ ആണ്. അല്ലെങ്കിൽ പി സെഡും ക്യൂ സെഡും എന്താണ്? ഈക്വൽ ആണ്. സെഡ് പിയും സെഡ് ക്യൂവും ഈക്വൽ ആണ്. അതുകൊണ്ട് അത് രണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കിയുള്ളതൊന്ന് നോക്കിക്കേ. എന്താ കിട്ടിയത്? എക്സ് ടി പ്ലസ് എക്സ് ടി എത്രയാണ്? 2xt ആണ്. അത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതും. എന്താ? എക്സ് വൈ പ്ലസ് എക്സ് സെഡ് മൈനസ് വൈ സെഡ് സമം 2xt എന്ന് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. റെഡി ആണല്ലോ? വളരെ ചെറിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി, എളുപ്പമാണെങ്കിൽ കൂടി ഇതൊന്ന് പ്രോസസ് ചെയ്തെടുക്കാൻ, ഇതൊന്ന് മനസ്സിലായെടുക്കാൻ ചില കുട്ടികൾക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇതൊരു അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം മക്കളെ. നന്നായിട്ട് ശ്രദ്ധിച്ചോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ? The picture shows an isosceles trapezium. ABCD and isosceles trapezium ABCD and its incircle centered at 0. അതിന്റെ അന്തർവൃത്തം 0 ആണ് അല്ലെ? centered at 0 അല്ല, centered at O ആണ്. ആകെ മാറിയില്ലേ? സോറി കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. What is the sum of the length of the parallel side? അങ്ങനെയെങ്കിൽ ഈ പാരലൽ ആയിട്ടുള്ള ഈ രണ്ട് സൈഡിന്റെ തുക എത്രയാണെന്ന് കാണണം. Then AOB 100 ഡിഗ്രി ആണെങ്കിൽ, ഇത് 100 ഡിഗ്രി ആണെങ്കിൽ കോൺ എയും കോൺ സിയും എത്രയാണ് എന്നാണ് കാണേണ്ടത്. സെറ്റ് ആണല്ലോ? അങ്ങനെ ഇതിന്റെ മലയാളം ഒന്നുണ്ട്, നോക്കിയേ. ചിത്രത്തിൽ ABCD എന്ന സമപാർശ്വലംബകത്തിന്റെ
അന്തർവൃത്ത കേന്ദ്രമാണ് ഓ. വീണ്ടും 0 മനസ്സിലായിരുന്നു. സമാന്തര വരകളുടെ നീളങ്ങളുടെ തുക എത്രയാണ്? അതായത് ഈ സമാന്തര വരകളുടെയൊക്കെ നീളങ്ങളുടെ തുക എത്രയാണെന്നാണ് ചോദിച്ചത്. ലംബകത്തിന്റെ കോൺ എ കോൺ സി ഇവ കണ്ടുപിടുത്തുക. കോൺ എയും കോൺ സിയും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. എടാ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഇതൊരു സമപാർശ്വ ലംബകമാണ്, ഐസോസെലസ് ട്രപ്പീസിയമാണ്. സമപാർശ്വ ലംബകത്തിന് കുറെ പ്രത്യേകതകളുണ്ട്. അതിന്റെ ഈ കോണും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ കോണും ഒക്കെ എന്താണ്? ഈക്വൽ ആണ്. റെഡി? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എടാ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി സം ഓഫ് ദി ലെങ്ത് ഓഫ് ദി പാരലൽ സൈഡ്സ്? സമാന്തര വശങ്ങളുടെ നീളം കാണണം, തുക കാണണം. റെഡി? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം, അതിനകത്ത് ഒരു അന്തർവൃത്തം ഉണ്ടെങ്കിൽ അവയുടെ എതിർവശങ്ങളുടെ തുക തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ വശവും കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണോ അത് തന്നെയായിരിക്കും എ ബിയും ഡി സിയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ എഴുതാൻ പോകുന്നത് എന്താ? എ ഡി പ്ലസ് ബി സി സമം 4 + 4 സമം 8 ആണ്. 8 സെന്റിമീറ്റർ. അതായത് മക്കളെ എ ഡിയും സി ബിയും കൂട്ടിയപ്പോൾ 8 ആണെങ്കിൽ എ ഡിയും സി ഡിയും കൂട്ടിയാലും എന്ത് തന്നെയായിരിക്കും? 8 തന്നെയായിരിക്കും. അപ്പൊ എ ബി പ്ലസ് സി ഡി സമം 8 സെന്റിമീറ്റർ. അപ്പൊ അവയുടെ പാരലൽ സൈഡ്സിന്റെ സം അല്ലെ, സമാന്തരമായ രണ്ട് വരകളുടെ തുക നമുക്ക് എത്ര കിട്ടി? 8 സെന്റിമീറ്റർ എന്ന് തന്നെയാണ്. അടുത്തത് നമുക്ക് കോൺ എ കാണണം, കോൺ സി കാണണം. വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ചോ. എടാ ഇവിടെ നമുക്ക് ഇതിനകത്തൊരു ത്രികോണം കിട്ടിയിട്ടുണ്ട്. ഈ ത്രികോണത്തിന്റെ നടുക്കത്തെ കോൺ എത്ര ഡിഗ്രിയാണ്? ഈ ത്രികോണത്തിന്റെ നടുക്കത്തെ കോൺ എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രിയാണ്. അപ്പൊ ഈ കോണും കൂട്ടിയാൽ എത്രയായിരിക്കും? ഒ എ ബിയും ഒ ബി എയും കൂട്ടിയാൽ എത്രയായിരിക്കും? 3 കൂടി കൂട്ടിയാൽ 180 ആണ്. അതിൽ 100 ഈ നടുക്കത്തെ കോൺ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി 80 ഡിഗ്രിയാണ് ഈ രണ്ടാൾക്കും കൂടി കിട്ടുക. അതായത് കോൺ ഒ എ ബി പ്ലസ് കോൺ ഒ ബി എ സമം എത്ര ഡിഗ്രി ആയിരിക്കും? 180 മൈനസ് 100 സമം എത്ര ഡിഗ്രി കിട്ടും? 80 ഡിഗ്രി കിട്ടും. അതായത് മക്കളെ ഈ കോണും കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? ശ്രദ്ധിച്ചോ. ഈ കോണും കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 80 ആണ് കിട്ടുക. റെഡി ആണല്ലോ. ഇനി അടുത്തത് ഇവിടെയുള്ള ഈ വര ഈ കോണിന്റെ കോൺ സമഭാജ്യാണ്, ആംഗിൾ ബൈസെക്ടർ ആണ്. അപ്പൊ ഇവിടുത്തെ കോണിന്റെ ആംഗിൾ ബൈസെക്ടർ ആണ് ഈ പോകുന്നത്. ഇവിടെയുള്ള കോണിന്റെ ആംഗിൾ ബൈസെക്ടർ ആണ് ഇത് പോകുന്നത്. ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ 80 ആണെങ്കിൽ ഇവിടെയുള്ള ഈ മൊത്തം രണ്ട് കോണുകൾ കൂട്ടിയാൽ എത്രയായിരിക്കും? കോൺ എ പ്ലസ് കോൺ ബി സമം എങ്ങനെ ഈ ചെറിയ കോണും കൂട്ടിയാൽ 80 ആണ്. ഇത് കോൺ സമഭാജിയാണ്, ഇത് ആംഗിൾ ബൈസെക്ടർ ആണ്. അങ്ങനെയെങ്കിൽ ഈ മൊത്തം കോണും കൂട്ടിയാൽ എത്രയായിരിക്കും? 2 × 80 എത്ര ഡിഗ്രി ആയിരിക്കും? 160 ഡിഗ്രി ആയിരിക്കും. അതായത് മക്കളെ ഈ കോൺ എ എന്ന് പറയുന്ന കോണും കോൺ ബി എന്ന് പറയുന്ന കോണും തമ്മിൽ കൂട്ടിയാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 160 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനി നന്നായി ശ്രദ്ധിച്ചോ. ഇതൊരു സമപാർശ്വ ലംബകമാണ്, ഐസോസെലസ് ട്രപ്പീസിയമാണ്. അതില് ഈ രണ്ട് കോണുകൾ ബേസിലുള്ള അടിഭാഗത്തുള്ള ഈ രണ്ട് കോണുകൾ ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും കൂട്ടിയാൽ 160 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ നമ്മൾ പറഞ്ഞു കോൺ എ പ്ലസ് കോൺ ബി സമം 2 × 80 സമം 160 ഡിഗ്രിയാണ്. രണ്ടും കൂടി കൂട്ടിയാൽ 160 ഡിഗ്രി ആണെങ്കിൽ കോൺ എ മാത്രം എത്ര ഡിഗ്രി ആയിരിക്കും? 160. കോൺ എ മാത്രം എത്ര ഡിഗ്രി ആയിരിക്കും? 160/2 80 ഡിഗ്രി ആയിരിക്കും. അപ്പൊ കോൺ എ നമുക്ക് എത്ര കിട്ടി? 80 ഡിഗ്രി കിട്ടി. സെറ്റ് ആണല്ലോ. ഇനി നമുക്ക് കാണേണ്ടത് ഏതാ? കോൺ സി കാണണം. ഏതാ കോൺ സി? ഈ കാണുന്നതാണ് കോൺ സി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കോണും കൂട്ടിയാൽ എത്ര കിട്ടണം? ഒരു സമപാർശ്വ ലംബകമായതുകൊണ്ട്, ഐസോസെലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് ഇത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടണം. അതുകൊണ്ട് തന്നെ കോൺ സി സമം 180 മൈനസ് 80 എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രിയാണ്. ഈ കാണുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. സെറ്റ് ആണല്ലോ. അപ്പൊ വളരെ എളുപ്പത്തിലുള്ള
ഒരു 3 ക്വസ്റ്റ്യൻസ് കുറച്ച് ട്രിക്കിയാണ്. നമ്മുടെ SSLC മോഡൽ അല്ല SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 3 എണ്ണം സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തൊടുവരകൾ എന്ന് പറയുന്ന ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഇത് 3ഉം നമ്മൾ ആ നേരത്തെ പറഞ്ഞ കുറച്ച് ഡിഫിക്കൽട്ട് ലെവലായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ചിന്തിക്കേണ്ട, ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട തരം ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് എന്റെ മക്കൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോകണം. റെഡിയാണല്ലോ? നമ്മുടെ റിവിഷൻ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിന്റെ നോട്ട്സ്, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അതിൽ അവൈലബിൾ ആണ്. നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യുക. സെറ്റാണല്ലോ? അപ്പൊ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.